രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യന ജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീ. ഈ കാലഘട്ടത്തിൽ രാമായണം പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണം, അതിൻ്റെ പ്രഭാഷണം ഒക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറെ പുണ്യദായകമാണ്. അത് കേൾക്കാനും അത് പാരായണം ചെയ്യുവാനും ഒക്കെ ഈ സന്ധ്യാവേളയിൽ ഈ ദേവീ സന്നിധിയിൽ വന്നിങ്ങനെ ഇരിക്കാനും ഒക്കെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യവും എല്ലാം അനുകൂലമായി വരുന്നത് തന്നെ ജഗദീശ്വരൻ നമുക്ക് നൽകുന്ന ഒരു കാരുണ്യം തന്നെയാണ്. ഇനിയുള്ള നമ്മുടെ നാളുകൾ ഈ ക്ഷേത്ര അന്തരീക്ഷം രാമായണത്തിൻ്റെ ശീലുകളെ കൊണ്ടും രാമായണത്തിൻ്റെ സാരവത്തായ തത്വങ്ങളെ കൊണ്ടുമെല്ലാം മുഖരിതമാകുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഓരോ പ്രഭാഷണങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഇത് ചേർത്ത് വെക്കാവുന്ന ഒരു മൂല്യമെങ്കിലും ഒരു ദിവസം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റിക്കൊണ്ടുപോകും വേണം ഈ പുണ്യമായ ദേവീ സന്നിധിയിൽ നിന്നും നാം വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട്. രാമനാമത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് വാൽമീകി മഹർഷി രചിച്ച രാമായണം ഭാരതത്തിന്റെ ഇതിഹാസ കാവ്യം, പരമമായ ധർമ്മത്തെ പറഞ്ഞു തരുന്ന ധാർമ്മികമായ ഗ്രന്ഥമാണ്, ധർമ്മശാസ്ത്രമാണ്. ശ്രേഷ്ഠമായ ഭക്തിയെ പറഞ്ഞു തരുന്ന ഭക്തി കാവ്യമാണ്. ഏത് തരത്തിലും രാമായണം ഏറെ ശ്രേഷ്ഠമായിരിക്കും. 24,000 ശ്ലോകങ്ങളും 7 സർഗങ്ങൾ കൊണ്ട് രചിതമാണ് വാൽമീകി രാമായണം. ഇതിന്റെ ശ്രവണം നമ്മളുടെ മനസ്സിന്റെ മാലിന്യങ്ങളെയൊക്കെ അകറ്റി നമ്മുടെ ബുദ്ധിയെ തെളിയിച്ച് കാലത്തിനും ദേശത്തിനും അപ്പുറമുള്ള ആ പരമമായ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ള തത്വങ്ങൾ ഇതിനകത്ത് ഇതിനുള്ളിൽ നിരൂപണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ തലമുറകളായി പകർന്നു നൽകേണ്ട നന്മ എന്നാണ് അർത്ഥം. നന്മയാണ്. രാമനും കൃഷ്ണനും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് അവതരിച്ചത് സത്യം പറയാനാണ്, ധർമ്മം പറഞ്ഞു തരാനാണ്. അതിൻ്റെ തത്വം
ആണ് നാം ഗ്രഹിക്കേണ്ടത്. പക്ഷെ എത്ര വലിയ തത്വമാണെങ്കിലും അത് കഥയിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ് സാധാരണ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ വേദാന്തർഗതമായ തത്വങ്ങളെ സാധാരണ മനുഷ്യരുടെ ബുദ്ധിപരിധിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കഥകളും ഉപകഥകളും ചേർത്തുകൊണ്ട് രാമായണം നമുക്ക് തന്നിരിക്കുന്നു. കഥയായാലും കാവ്യമായാലും ഗദ്യമായാലും എല്ലാം മനുഷ്യന്റെ മനസ്സിൽ മാറ്റം വരുത്തുന്നതായിരിക്കണം ഓരോന്നും. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കേട്ടുണർന്നവരാണ് നാം ഭാരതീയർ, കേരളീയർ. അപ്പോ ഈ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് നാം ദേശത്തിനും കാലത്തിനും ഭാഷയ്ക്കും ഒക്കെ അപ്പുറം ഒന്നായി ചേരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളും 7 സർഗങ്ങളും ഉണ്ടെങ്കിൽ അധ്യാത്മ രാമായണം, എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് അടങ്ങിയിരിക്കുന്നത് അധ്യാത്മ രാമായണത്തിലാണ്. അധ്യാത്മ രാമായണം ബ്രഹ്മാണ്ഡ പുരാണത്തിലെ വരുന്നതാണ്. അധ്യാത്മ രാമായണത്തിലുള്ളത് അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പെടുന്നതാണ്. ഈ അധ്യാത്മ രാമായണത്തിന്റെ ഭാഷയാണ്, തർജ്ജമയാണ് എഴുത്തച്ഛൻ നമുക്ക് നൽകിയിരിക്കുന്ന അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. വാൽമീകി രാമായണം രാമൻ എന്ന രാജാവിനെ, ധർമ്മിഷ്ഠനായ ഒരു രാജാവിനെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ എഴുത്തച്ഛൻ പരമമായ ഭക്തിയെ ചേർത്ത് വെച്ച് പരബ്രഹ്മ സ്വരൂപനായി ശ്രീരാമനെയും ബ്രഹ്മശക്തിയായി സീതാദേവിയെയും നമ്മുടെ മുന്നിലേക്ക് വെച്ചു തരുന്നു. അതിന് കാരണം എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്ട് 15-16 കാലഘട്ടത്തിനോടടുത്താണ്, നൂറ്റാണ്ടിനോടടുത്താണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ജാതി മത വർണ്ണ ഭേദങ്ങൾ കൊണ്ട് ഈശ്വര ചിന്ത എല്ലാവർക്കും പാടില്ല എന്ന ഒരു വല്ലാത്ത നീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കൃത്യമായ തത്വത്തെ എല്ലാവർക്കും ഒരുപോലെ മനസ്സുകളിലേക്ക് എടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭക്തിയുടെ ആധിക്യം കൂട്ടിച്ചേർത്തുകൊണ്ട്, വേദാന്ത തത്വങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുത്തച്ഛൻ നമുക്ക് അധ്യാത്മ രാമായണം രചിച്ചു തന്നത്. 24,000 ശ്ലോകങ്ങളിൽ 4,600 ശ്ലോകങ്ങളാണ് അധ്യാത്മ രാമായണത്തിലുള്ളത്. അത് ആയിട്ട് ചുരുക്കിയപ്പോൾ നമുക്കറിയാം ചില ശോഷണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ. 7 സർഗങ്ങളും 47 കാണ്ഡങ്ങളും 46 സർഗങ്ങളും 4,600 ശ്ലോകങ്ങളുമാണ് അധ്യാത്മ രാമായണത്തിലുള്ളത്. 24,000-നെയാണ് 4,600 ആക്കി അധ്യാത്മ രാമായണം കിളിപ്പാട്ടാക്കി നമ്മുടെ മുന്നിലേക്ക് വെച്ചു തരുന്നത്. നമുക്ക് ഒത്തിരി രത്നങ്ങളും മുത്തുകളും ഒക്കെ ഈ പുണ്യമായ കൃതിയിൽ നിന്നും വാരിയെടുക്കാനുണ്ട്. പരമസത്യത്തെ അറിഞ്ഞ് ധർമാധിഷ്ഠിതമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച മരച്ചാടികൾ പോലും, ഒരു അണ്ണാരക്കണ്ണൻ പോലും, ഒരു പക്ഷികൾ പോലും കൂട്ടായിരിക്കുമെന്ന് രാമന്റെ കഥ നമ്മെ പഠിപ്പിക്കുകയാണ്. നേരെ മറിച്ച് അസാൻമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ സഹോദരങ്ങൾ പോലും കൂട്ടായി ഉണ്ടാവുകയില്ല എന്ന് രാവണന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. എന്തായാലും വേദതത്വങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് എത്തുക, ശാശ്വതവും ശാന്തവുമായ ഒരു ഭൗതിക ജീവിതം ചിട്ടപ്പെടുത്തുക, ഭയമില്ലാതെ ഈ ലോകത്ത് ജീവിക്കുക, ഇതൊക്കെയാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രഭാഷണത്തിലൂടെയും പാരായണത്തിലൂടെയും ഒക്കെ നാം ജീവിതത്തിൽ എടുക്കേണ്ടത്. ഓരോ കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ കഥാപാത്രത്തിൽ നിന്നും നമുക്ക് പെറുക്കിയെടുക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മനുഷ്യനെ ആധ്യാത്മികമായും ഭൗതികമായും ഉയർത്തേണ്ടുന്ന നിരവധി മൂല്യങ്ങൾ രാമായണത്തിലുണ്ട്. ഇത് പാരായണം ചെയ്യുന്നവർക്കും ശ്രവിക്കുന്നവർക്കും തീർച്ചയായും ഭക്തിയും ജ്ഞാനവും ഒരു മനുഷ്യന് ഈ ലോക ജീവിതത്തിൽ വന്നു ചേരേണ്ട വിരക്തിയും എല്ലാം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒത്തിരി കുടുംബങ്ങളുണ്ട്. നമ്മുടെ രാമായണത്തിനെ കേൾക്കുമ്പോൾ, ഓരോ ദിവസവും കേൾക്കുമ്പോൾ ഓരോ കഥാപാത്രത്തെയും നമ്മുടെ മനസ്സിലിട്ട് നാം വിചാരം ചെയ്യണം. ഇതിലേതാണ് എന്റെ ജീവിതത്തെ സംബന്ധിക്കുന്നത്? ഞാൻ ഇതിലേതാണ് എന്റെ ജീവിതത്തിലേക്ക് എടുക്കേണ്ടത്? എന്ത് മാറ്റമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ വരുത്തേണ്ടത്?
നാം ഓരോരുത്തരും ചിന്തയ്ക്ക് വിടുന്നു. വെറുതെ ഒരു ഒരു യുക്തിയുമില്ല. നമ്മൾ വെറുതെ ഇത് പാരായണം ചെയ്ത് പോകാതെ ഇതിനകത്ത് മനസ്സ് കൊടുത്ത് അർപ്പിച്ചു വേണം നമ്മൾ ഓരോ ദിവസവും രാമായണം പാരായണം ചെയ്യാൻ. കാരണം നിരവധി കുടുംബങ്ങളുടെ കഥയുണ്ട് അല്ലെ. രാജകുടുംബത്തിന്റെ കഥയുണ്ട്, വാനര കുടുംബത്തിന്റെ കഥയുണ്ട്, പക്ഷികുലത്തിന്റെ കഥയുണ്ട്, മുനികുലത്തിന്റെ കഥയുണ്ട്, രാക്ഷസ കുലത്തിന്റെ കഥയുണ്ട്. ഓരോ കഥയും നമ്മെ ഓരോരോ ഒരു വലിയൊരു മൂല്യം പഠിപ്പിക്കുന്നുണ്ട്. ജയിച്ചവനെ ഇപ്പോഴും ഞാൻ ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും എപ്പോഴും മാതൃകയാക്കുന്നത് ജീവിതത്തിൽ വിജയിച്ചവരെയാണ്. പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം വിജയം ആഗ്രഹിക്കുന്നവൻ പഠിക്കേണ്ടത് പരാജയപ്പെട്ടവരെയാണ്. രാമന്റെ കഥയേക്കാൾ കൂടുതൽ നാം മനസ്സിലാക്കേണ്ടത് രാവണന്റെ കഥയാണ്. എന്തുകൊണ്ടാണ് രാമൻ തോറ്റുപോയത്? എല്ലാം ഉണ്ടായിരുന്നില്ലേ? രാമനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ കുലം, ശാസ്ത്രജ്ഞാനത്തിൽ അഗ്രഗണ്യൻ, സമവേദത്തിന്റെ ആചാര്യൻ, നാരീരത്നമായ മണ്ഡോദരിയാണ് ഭാര്യ, വിശ്രമത്തിന്റെ പുത്രൻ. ആലോചിച്ച് നോക്കൂ, ഇത്രയും ശ്രേഷ്ഠമായ ആ ജന്മം എങ്ങനെയാണ് അധപതിച്ചു പോയത്? അവിടെയൊക്കെ നമ്മൾ വിചാരം ചെയ്യേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ആ വരുന്ന തെറ്റുകൾ ഇല്ലാതെയാക്കാൻ ഒരു മാതൃകയായി കൂടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. രാമായണത്തിൽ നിരവധി കുടുംബ ബന്ധങ്ങളുടെ കഥയുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ബന്ധമാണ് സഹോദര സ്നേഹം. രാമനെ വനവാസത്തിലെ അയക്കുന്ന നിയുക്തമാകുന്ന സമയത്ത് തന്റെ സഹോദരനായ ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ ശരീരരക്ഷയ്ക്ക് വേണ്ടി കൂടെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. ആ ലക്ഷ്മണൻ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ തന്നെയാണ്, സഹോദര സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. പക്ഷേ ഞാൻ രാമായണത്തിൽ ലക്ഷ്മണനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ഭരതനാണ്. ഭരതനും രാമനും തമ്മിലുള്ള ഭരത രാമ സംവാദം വാൽമീകി രാമായണത്തിലെ ഭാഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സംസാരിക്കാൻ. പരിവാരങ്ങളോടൊപ്പം സഹോദരങ്ങള്, അമ്മ, ഗുരുവർ സകലരുമായിട്ടാണ് സൈന്യസമേതമാണ് വനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ രാമനോട് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് രാമൻ തികച്ചും ഋഷി തുല്യമായി ഭരതനോട് സംസാരിക്കുന്നുണ്ട്. ഭരതനോട് ജീവിതത്തിൽ അറിയേണ്ടതായ ആ ജീവിതത്തിന്റെ ക്ഷണികതയെയും കുറിച്ച് വളരെ നന്നായി പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ ആ ഒരു നശ്വരതയെ കുറിച്ച് വളരെ നന്നായി ഭരതനോട് പറയുന്നുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്: യഥാ ഭനാനാം പക്വാനാം നാന്യത്ര പതനാദ്ഭയം ഏവം നരസ്യ ജാതസ്യ നാന്യത്ര മരണാദ്ഭയം. അല്ലയോ ഭരത, ജീവിതം വളരെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ആ ജീവിതം നീ മറ്റുള്ളവർക്ക് വേണ്ടി കളയാതെ നിന്റെ ജീവിതം നീ ശാന്തമായി ജീവിക്കൂ. രാജ അധികാരമൊക്കെ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി രാജ്യം ഭരിക്കൂ. അതുകൊണ്ട് പറയാം, ഒരു പഴം, ഒരു വൃക്ഷത്തിൽ പഴുത്തു നിൽക്കുന്ന, മൂത്ത് പഴുത്തു നിൽക്കുന്ന ഒരു പഴം എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. എന്താണെന്നറിയോ? എപ്പോഴാണ് ഞാൻ താഴത്തേക്ക് വീഴുന്നത്? വീട് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് അതിൻ്റെ അവസ്ഥയായ ആ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ തഥാ നരസ്യ ജാതസ്യ, ജന്മമെടുത്ത ഓരോ നരനും മനുഷ്യനും ഭയം എന്തിനെന്നറിയോ? നാന്യത്ര മരണാഭയം, മരണത്തിനപ്പുറം മറ്റൊരു ഭയമില്ല എന്ന് പറയാം. അതായത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ തന്നെയാണ്. അതിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാക്കി എല്ലാത്തിനെയും നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഒരു സംശയമില്ല. അതായത് ഈ ലോകത്ത് നമ്മളെ സുഖിപ്പിച്ചിട്ടുള്ള ഏത് വസ്തുവുണ്ടോ ആ വസ്തുവൊക്കെ നമുക്ക് ദുഃഖം തന്നിട്ട് തിരിച്ചു പോകും. ഇതൊരു ലോക ഫാക്റ്റാണ്. സർവം വസ്തു ഭയാന്വിതം, സർവം വസ്തു ഭയാന്വിതം ഭുവിനൃണാം വൈരാഗ്യമേവ അഭയം. എല്ലാ വസ്തു നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മളെ പേടിപ്പിക്കും. ശരീരം ആലോചിച്ചൊക്കെ എത്രയോ സുഖിക്കുന്നു നമ്മൾ ഈ ശരീരം കൊണ്ട്. നല്ല കാഴ്ചകൾ കണ്ട്,
നല്ല ആഹാരം കഴിച്ച് എത്രയോ രുചികൾ നമ്മൾ എടുക്കുന്നു, എത്രയോ ശബ്ദങ്ങൾ നമ്മൾ, മനോഹരമായ ശബ്ദങ്ങൾ നമ്മെ ആനന്ദിപ്പിക്കുന്നു, എത്ര സുന്ദരമായ സ്പർശങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു. ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന ഈ ശരീരം അവസാനം ഈ ശരീരത്തെ ഓർത്ത് ദുഃഖിച്ച് വേദനിച്ചായിരിക്കും നാം ഓരോരുത്തരും ഈ ലോകത്തോട് പോവുക. ഒരു സംശയമില്ല. അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെ അല്ലെങ്കിൽ സുഖിക്കുന്നതാണ് വസ്തുവായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം വെച്ച് തരുന്നത്. അതായത് അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം. അജ്ഞാനം എന്ന് വെച്ചാൽ സത്യം അറിയായിക. എന്റെ ഈ ശരീരം എന്താണെന്നും ഞാൻ ഈ ശരീരം ക്ഷണികമാണെന്നും അത് അതിന്റെ അവസ്ഥയായ നാശത്തിലേക്ക് പോകുമെന്നും അറിയാതെ അനുനിമിഷം ഇതിനെ ചേർത്ത് പിടിച്ച് ഈ ശരീര സംരക്ഷണത്തിന് വേണ്ടി മാത്രം നാം ജീവിക്കുമ്പോൾ, സത്യം അറിയാതെ ജീവിക്കുമ്പോൾ നാം എല്ലാവരും ഭയപ്പെടും. പക്ഷേ ശരീരത്തിന്റെ സ്വഭാവം ഇതാണെന്നും ഇതിനപ്പുറം ഇതിനെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു സത്യമുണ്ടെന്ന് നാം അറിയുമ്പോൾ നമ്മൾ ഭയമില്ലാത്തവരാണ്. നമുക്കറിയോ, നമ്മൾ വിചാരിച്ചിട്ടാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണോ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്? ഒന്നുമല്ല. അങ്ങനെയുള്ള ഈ ശരീരത്തിൽ നമുക്ക് ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്റെ ശരീരം നമ്മൾ പറയുമ്പോൾ അത് ഈശ്വരന്റെ കയ്യിലിരിക്കുന്ന, കാലചക്രത്തിനിടയിലിരിക്കുന്ന ആ ശരീരത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത് ഈശ്വരനാണെന്ന് സത്യം പറഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അവർ പറയാണ് സഹമൃത്യുർ വ്രജതി സഹമൃത്യുർ നിഷീദതി ഗത്വാ സുദീർഘമധ്വാനം സഹമൃത്യുർ നിവർത്തതേ. വാൽമീകി രാമായണം പറയുന്നു, നീ നടക്കുമ്പോഴും, അതുപോലെ തന്നെ നീ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും, അതുപോലെ നീ നെടുവഴിയിലൂടെ നടക്കുമ്പോഴും നിന്നോടൊപ്പം ഒരാൾ കൂടെയുണ്ട്. മരണം ഓർമ്മിപ്പിക്കുകയാണ്, കാരണം പേടിപ്പിക്കാൻ പറയുന്നതല്ല. കാരണം മരണം എന്തെന്നും ശരീരത്തിന്റെ അവസ്ഥ എന്തെന്നും അറിഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ഭയം ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് രാമൻ ഭരതനോട് പറയുകയാണ്, നന്ദന്ത്യുദിത ആദിത്യേ നന്ദന്യസ്തമിതേ അഗ്നി ആത്മനോ നവബുദ്ധ്യന്തേ മനുഷ്യാ ജീവിതക്ഷയം. അല്ലയോ ഭരത, നീ ചിന്തിക്കേ, സൂര്യൻ ഉദിക്കുമ്പോൾ പ്രഭാതമാകുമ്പോഴോ ഒരു ദിവസം പുലർന്നു സന്തോഷം, സൂര്യൻ അസ്തമിച്ചപ്പോൾ റെസ്റ്റ് എടുക്കാലോ, ഒന്ന് ഉറങ്ങാലോ, വിശ്രമിക്കാലോ, ചന്ദ്രോദയത്തിലും സന്തോഷം, സൂര്യോദയത്തിലും സന്തോഷം. പക്ഷേ രാമചന്ദ്ര ഭഗവാൻ പറയുകയാണ്, ആത്മനോ നവബുദ്ധ്യന്തി മനുഷ്യ ജീവിതക്ഷയം. അവനവൻ സ്വയം തിരിച്ചറിയുന്നില്ല. ഓരോ ദിവസവും ഉദിച്ചും അസ്തമിച്ചും കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അംശവും എടുത്തുകൊണ്ടാണ് പോകുന്നത്, കാലം കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കണം. അത് ഗുരുദേവൻ സദാശിവ ദർശനം എന്ന കൃതിയിൽ ഇങ്ങനെ പറയുന്നു, ശരീരമുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശൻ ഇന്ദുവെന്നു രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടും അങ്ങു മണ്ണോടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. സൂര്യചന്ദ്രന്മാരാകുന്ന രണ്ട് ഗോളങ്ങള്, രണ്ട് പന്തുകള്, കന്തുകങ്ങള് അമ്മാനയാട്ടം കളിക്കുക, ഉദിച്ചും അസ്തമിച്ചും കൊണ്ട്. ഓരോ ദിവസവും ഇവര് ഈ മനം കവിഞ്ഞ് മാറി ആടുമ്പോൾ, ദൈവമേ, ഞാൻ എന്റെ സ്വപ്നങ്ങള് മണ്ണിനടിയിലേക്കാക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ജയിക്കുമാതി ദൈവമേ. കാലദേശങ്ങൾക്കപ്പുറമുള്ള ഈശ്വര, നീ മാത്രം ജയിക്കുന്നു അല്ലെ. മണ്ടി മണ്ടി കരയേറുന്ന മോഹവും അല്ലെ, മങ്ങി മങ്ങി കുറയുന്നത്, മങ്ങി കുറയുന്നത് ആയുസ്സും. ആയുസ് ഓരോ ദിവസവും പോകുന്നത് നമ്മൾ അറിയുന്നേയില്ല. അഞ്ച് നിമിഷം ചലിച്ച് പരിണമിക്കുന്ന ഒരു ശരീരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് അറിയുന്നില്ല. ശ്രീരാമചന്ദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ആത്മ സ്വമ്മിൽ ലഭിക്കുന്നവനാണ്. ഒരിക്കലും ആ ഒരു
ഉള്ളിൽ ആ അന്തശീതളതയ്ക്ക് ഒരു കോട്ടവും ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞത്. രാമൻ ജനിച്ചത് സൂര്യവംശത്തിലാണ്. എന്തുകൊണ്ടാണ് രാമചന്ദ്രായ എന്നൊക്കെ വിളിക്കുന്നത്? ചന്ദ്രനെ പോലെ നമ്മുടെ മനസ്സുകളിൽ ആനന്ദം തരുന്നത് കൊണ്ടാണ് രാമചന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും കൃഷ്ണനാണ് ചന്ദ്രകുലത്തിൽ ജനിച്ചത്. നമ്മൾ രാമകൃഷ്ണൻ അല്ലെ, കൃഷ്ണചന്ദ്രൻ എന്ന് വിളിക്കാറില്ല. എന്തുകൊണ്ടാണ് രാമചന്ദ്രൻ എന്ന് വിളിക്കുന്നത്? അപ്പൊ രാമായണത്തിന്റെ ഓരോ വരികളും നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ എത്ര കുളിർമയും ശാന്തതയുമാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് വരുന്നത്. അതാണ് ഭരതൻ പറയുകയാണ്, അതായത് മേരോരിവ സ്ഥൈര്യം, സുമേര പർവ്വതം പോലെ ഇളകാത്ത മനസ്സ്, എത്ര ദുഃഖങ്ങളിലും ഇളകാത്ത മനസ്സ്. അന്തശീതളതാച്ച എന്തോ, ചന്ദ്രനെ പോലെ ഉള്ളിൽ ശീതളയം. ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരാളുണ്ടോ? ഭരതൻ തന്നെ ചോദിക്കുക, യഥാമൃതം തഥാ ജീവൻ യഥാ സതി തഥാ സതി ഇത്യേഷ ബുദ്ധിലാഭസ്യ പരിതപ്യേത കേന സദാ. ഇത് വാൽമീകി മഹർഷി രചിച്ച രാമായണം സംസ്കൃത ആ വരികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. യഥാമൃതം തഥാ ജീവൻ. മരിക്കുമ്പോൾ ഒരു എങ്ങനെയാണോ അതുപോലെ തന്നെ ജീവിച്ചിരിക്കലും. അതൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ നമ്മുടെ മരണം? ഇവിടെ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് മുക്തിയൊക്കെ വരുന്നതെന്ന് നമ്മൾ അറിയണം. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു അവാർഡല്ല മുക്തി. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മനസ്സിന് ശരീരത്തിനും ശക്തിയുള്ളപ്പോഴാണ് ആധ്യാത്മിക തത്വങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്നത്. എന്നിട്ട് ഈ ഉള്ളിലിരിക്കുന്ന രാഗദ്വേഷാദി മാലിന്യങ്ങളെയൊക്കെ അന്ന് ഇളക്കി അവിടെ ആത്മവിളക്കിനെ കത്തിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, എന്താണോ നമ്മൾ കൂട്ടിവെച്ചുകൊണ്ട് ഈ ശരീരം വിടുന്നത്, ഏത് ലൗകിക വാസനയാണോ നാം കൂട്ടിവെച്ചിരിക്കുന്നത്, ആ വാസനയിലേക്ക് തന്നെ നാം തിരിച്ചു വരും. ഈ ഒരു ശരീരം ഉപനിഷത്ത് പറയുന്നത് നമ്മുടെ മരണത്തിലും നമ്മുടെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ. സൂക്ഷ്മ ശരീരമായ മനസ്സും പ്രാണനും ജീവൻ പോകുന്നില്ല. അത് ആ വാസനയ്ക്ക് അനുയോജ്യമായ ഒരു ശരീരത്തിലേക്ക് എത്തും. എന്ന് ഈ ജീവനെ നാം സത്യം പഠിപ്പിക്കുന്നു, എന്ന് നമ്മുടെ ജീവനെ നാം ഈ പരമസത്യത്തെ, ഈ ദേശകാലങ്ങൾക്ക് അപൂർവമായ സത്യമാണ് ഞാൻ, അഹം ബ്രഹ്മാസ്മി എന്ന് പഠിപ്പിക്കല്ലേ ഉപനിഷത്ത്. ഈ സത്യം എന്ന് നാം അറിഞ്ഞു തുടങ്ങുന്നോ അന്ന് നമുക്ക് പോക്കുവരവ് കുറയും. ആ അന്ന് വരെ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്തോ മുച്ചെന്ന സുഹൃതം കൊണ്ട് എത്രയോ മനുഷ്യർ ഈ കരയോഗത്തിലുണ്ട്. ഭാഗ്യം രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ കുറച്ചു പേർക്കൊക്കെ ഇത് ചെവികളിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടുന്നുള്ളൂ. പുണ്യം കൊണ്ടേ പറ്റൂ. പുണ്യഗ്രന്ഥങ്ങളുടെ ശ്രവണവും പാരായണവും പുണ്യവാന്മാർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിന് ജന്മാന്തര സുഹൃത്തം വേണം. നമ്മൾ പറയാണ്, ജീവൻ മുക്തനായിക്കൊണ്ടാണ് രാമൻ ഇരിക്കുന്നത്. ഈ ശരീരത്തിൽ നിന്ന് ജീവനെ വേർപെടുത്തി, നശ്വരമായ ശരീരത്തിനപ്പുറമാണ് ജീവൻ എന്ന്, എന്നിലുള്ള ആത്മസ്വരൂപം എന്ന ബോധമുണ്ട്. അതുകൊണ്ടാണ് മരിച്ചതുപോലെ ജീവിച്ചിരിക്കലും. യഥാ അസതി തഥാ അസതി. നമുക്കൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആർത്തരച്ച് ചിരിക്കും, ആനന്ദിക്കും. ഇല്ലാത്തപ്പോൾ കണ്ണുനീർ വാർക്കും. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. പക്ഷെ രാമന്റെ ഇരിപ്പ് അറിയുമോ? ഇല്ലാത്തപ്പോൾ എങ്ങനെയോ അതുപോലെ ഉള്ളപ്പോഴും. അവിടെ അഭിഷേകം എന്ന് പറയുകയാണ്. രാജാവായി യുവരാജാവായി അഭിഷേകം ചെയ്യുന്നു. അയോധ്യ മുഴുവൻ കഴുകി വൃത്തിയാക്കി, കൊടിതോരണങ്ങൾ തൂക്കി, രാജവീതികൾ അലങ്കരിച്ചു. ആ ജനങ്ങൾ, പ്രജകൾ ആനന്ദ നൃത്തമാടി പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അഭിഷേക ജലം ഒരുങ്ങിയിരിക്കുന്നു. അപ്പോഴും ശരി, പിറ്റേ ദിവസം പറയുന്നു അഭിഷേകം മുടങ്ങിയിരിക്കുന്നു, തിരിച്ച് വനത്തിലേക്ക് പോകണം. അതും ശരി. ഇതാണ് സമത്വം. അതായത് സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ മനസ്സിനെ സമാവസ്ഥയിലെ ഭഗവാൻ കൃഷ്ണ പരമാത്മാവ് പറയുന്ന പോലെ സമത്വം യോഗ ഉച്ചതേ. സമത്വം നമ്മൾ ശീലിച്ചേ പറ്റൂ. അതായത് ദുഃഖത്തിലെ പതരാതെ തളരാതെ ജീവിതത്തിലെ മുന്നേറേണ്ടതുണ്ട് നാം. ഈ ജീവിതഗന്ധിയാണ് രാമായണം. ഈ ജീവിതത്തോട് ചേർത്ത് വെക്കാവുന്നതാണ് രാമായണം. നമ്മുടെ വിഷയം തന്നെ ജീവിതഗന്ധിയായ രാമായണം എന്നാണ്.
സുഖദുഃഖങ്ങളിൽ അടിപതരാതെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് രാമായണത്തിൽ നിന്ന് ആർജിച്ചെടുക്കുവാൻ സാധിക്കും. അതാണ് രാമ സംവാദത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പറഞ്ഞത് യഥാസതി തഥാസതി. ആർക്കാണോ ഇത്തരത്തിലുള്ള ചിന്തയുള്ളത്, പരിതപ്യേത കേന സഖ, അവൻ എന്തിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനാ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സമസ്ഥിതി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖവും നമ്മളെ യേശുകയില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു അനുനിമിഷം ചലിച്ചു പരിണമിക്കുന്ന ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോഴും ഓരോ ജന്മദിനങ്ങൾ നമ്മൾ എത്ര ആഘോഷപൂർവ്വമാണ് ആഘോഷിക്കുന്നല്ലേ. ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് കേക്കൊക്കെ വെച്ച് ആദ്യം മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും, വെളിച്ചത്തെ മൂടി കിടത്തും അല്ലെ, കിടത്തിട്ട് എന്ത് ചെയ്യും, ഇവനെ മുറിക്കും. എവിടെ നിന്നുള്ള ആചാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നും അറിയില്ല. ഒരുപക്ഷെ വൈദേശികമാകാം. എന്താണ് ഇതിന്റെ തത്വമെന്ന് പലപ്പോഴും അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. ആലോചിക്കേണ്ടത്, ജന്മദിനങ്ങൾ വരുമ്പോൾ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ കത്തിക്കുന്ന പോലെ 5 തിരിയിട്ട് നെയ്യൊഴിച്ചോ നിലവിളക്ക് നല്ലെണ്ണ ഒഴിച്ചോ നിലവിളക്ക് കത്തിച്ച് അതിന്റെ അടുത്ത് മധുര പലഹാരങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ആരുടെയാണോ ജന്മദിനം അവനെ ആ അച്ഛനമ്മമാർ അടുത്തുണ്ടെങ്കിൽ അവരുടെ പാദം തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഈ മധുര പലഹാരം കഴിച്ച് അവന്റെ ഉള്ളിലുള്ള ആത്മതേജസ്സിനെ കൂടുതൽ കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്നതാകണം ഓരോ ജന്മദിനങ്ങളും. ഊതിക്കെടുത്തിക്കൊണ്ട് പ്രകാശം കെടുത്തിക്കൊണ്ട് ആകരുത് ഓരോ ആഘോഷങ്ങളും. എപ്പോഴും പല രീതിയിലും പറയുന്നതാണ്, പറയണമെന്ന് മനസ്സിൽ കരുതുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കി, കെടുത്തിക്കൊണ്ടാണോ ആഘോഷം ചെയ്യുന്നത്? നമ്മുടെ ആത്മദീപവും ഭവാന്ന് പറയാം. ആത്മദീപത്തെ ശരീരദീപമല്ല, അത് കിട്ടോണ്ടിരിക്കുക. ഒരു വയസ്സ് വരെ ഒരു മരണം നമ്മൾ ആഘോഷിക്കില്ല, പക്ഷെ ആത്മദീപം പ്രോജ്വലിക്കണം. അതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അല്ലെ. ജന്മം കിട്ടിയപ്പോ മുതൽ ശൈശവം കിടന്നു, ബാല്യ യൗവന കൗമാരങ്ങളിലെല്ലാം നമ്മുടെ ഉള്ളിൽ മാറാത്ത ഒന്നുണ്ട്. അതാരെന്നറിയോ? ആത്മാവ് മാറിയിട്ടുണ്ടോ? വയസ്സിയായ കൗസല്യ ചേച്ചിയുടെ ആത്മാവും ബാലികയായിരുന്ന കൗസല്യ ചേച്ചിയുടെ ആത്മാവിനെ മാറ്റിയില്ല. ശരീരം മാറി 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 ശരീരത്തിന്റെ മൃദുത്വം പോയി, പല്ല് പോയി തുടങ്ങി, മുടി നരച്ചു തുടങ്ങി അല്ലേ. പക്ഷെ ആത്മാവിന് നരയൊന്നുമില്ല കേട്ടോ. അത് എന്നും റിഫ്രഷ്മെന്റ്, പുതിയതാണ്, ഫ്രഷാണ്. അപ്പോ അങ്ങനെ ആ മാറ്റമുള്ള ശരീരത്തിൽ മാറ്റമില്ലാതിരിക്കുന്ന ആത്മസത്തെ അറിയുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം. അത് നമ്മൾ അറിയണം. ഒരു വിലമതിയാത്ത വിളക്ക്, ആത്മവിളക്ക് നമ്മുടെ ഉള്ളിൽ എരിയുന്നത് കൊണ്ടാണ് നമുക്ക് ഉണരാനും ഉണ്ണാനും ചിന്തിക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നത് എന്ന അറിയലാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ദൗർഭാഗ്യവശാൽ എല്ലാതും നമ്മൾ അറിയും, ജഡമായതിനെയൊക്കെ അറിയും, പക്ഷേ ശാശ്വതമായതിനെ നാം അറിയാൻ ഒരു ശ്രമം പോലും ഈ ജന്മത്തിൽ നടത്തുന്നില്ല എന്നുള്ളതാണ്. ശരീരത്തെ പ്രേമിച്ച് 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 അവസാനം ഈ ശരീരം വന്ന് അങ്ങോടെന്നും അല്ലെ. ഈ അപ്പോഴും നമ്മളെ ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ സഹായിക്കുന്ന ചൈതന്യമായി നിൽക്കുന്ന ആത്മവിളക്കിനെ അറിയാനുള്ള ജ്ഞാനം നമുക്ക് ഇല്ലാണ്ട് പോയില്ലേ. ആ രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ അതൊക്കെ ഓർമ്മിപ്പിച്ച് തരുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അപ്പോ ഇങ്ങനെ ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ച് ഭരതനെ രാമൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ സത്യമൊക്കെ ഉപദേശിച്ചുകൊണ്ട് ഭരതൻ കൂടിയേക്കുക, രാമനെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷെ ശ്രീരാമചന്ദ്രൻ പറയുകയാണ് ഭരതനോട്, അല്ലയോ ഭരത, നീ തിരിച്ചു പോകണം. എന്തിനാണെന്നറിയോ? എനിക്ക് വേണ്ടി രാജാനം മകൃതേ ഭരത പ്രഭും പിതരം ത്രാഹി സർവജ്ഞ മാതരം ചാഭിനന്ദയ. സംസ്കൃതത്തിൽ രാമായണമൊക്കെ കേൾക്കാൻ നമുക്കൊരു പുണ്യം ഉണ്ടാകട്ടെ അല്ലേ. ആത്മീയ രാമായണമൊക്കെ നമ്മുടെ കൈകളിലൊക്കെ ഇനി എത്തിയിട്ടില്ല. ഇപ്പൊ പറയാണ്, ഋണാൻ മോചിയ, പിതൃകടം തീർക്കണം. അച്ഛന്റെ മരണശേഷം പിതൃകർമ്മങ്ങൾ ചെയ്യാനുണ്ട്. മത്കൃതേ, എനിക്ക് വേണ്ടി ഭരത നീ
പിതൃകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പറയാണ്, അച്ഛനെ എത്ര നിന്ദാവചനങ്ങൾ നീ അച്ഛന് മേടിച്ചൊരിഞ്ഞു അല്ലെ? ഒത്തിരി നിന്ദാവചനങ്ങൾ ഭരതനും ലക്ഷ്മണനും ഒക്കെ ദശരഥനെ പറയുന്നുണ്ട്. അപ്പോഴും ആ വാത്സല്യനിധിയായ പുത്രൻ പറയുന്നു, അച്ഛൻ ധർമാനുഷ്ഠാനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നത്. അതുകൊണ്ട് പിതരം ത്രാഹി ധർമ്മജ്ഞ, ധർമ്മം അറിയുന്നവനെ നീ അച്ഛനെ രക്ഷിക്കൂ. മാതരം ച അഭിനന്ദയ. എല്ലാവരും കൈകേയി മാതാവിനെ നിന്ദിച്ചു അല്ലെ? ഭരതനെ നിന്ദിച്ചു സ്വമാതാവിനെ. നീ പോയിട്ട് അമ്മയെ ആശ്വസിപ്പിക്കൂ, അച്ഛന്റെ പിതൃകടം തീർക്കൂ. പുത്രി എന്ന നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ. പുത്രൻ എന്ന പേര് വന്നത് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് നീ തിരിച്ചു പോകണമെന്ന് പറയണം. ആ സമയത്ത് ഭരതന് മനസ്സിലായി, ഇനി ഒരിക്കലും തന്നോടൊപ്പം ജ്യേഷ്ഠൻ വരില്ല. അതുകൊണ്ട് തിരിച്ചു പോവുക തന്നെ. എന്നിട്ട് സ്വർണം പതിപ്പിച്ച ആ പാദുകങ്ങൾ ജ്യേഷ്ഠന്റെ മുന്നിലേക്ക് വെച്ചിട്ട് പറയുകയാണ്, ആ പാദങ്ങളെ ഇതിലൊന്ന് സ്പർശിച്ചാലും അങ്ങയുടെ പാദസ്പർശനം മതി രാജ്യത്തിലെ സർവ്വവിധമായ അഭിവൃദ്ധിയും വരാൻ എന്ന് പറഞ്ഞിട്ട് ആ പാദകം രാമചന്ദ്രന്റെ ഭഗവാന്റെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ആ പാദകത്തിൽ കയറി നിന്നിട്ട് രാമൻ ഇറങ്ങുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ ഇത് പറയുകയാണ്, ആ പാദകം സംപ്രണമ്യ രാമം വചനമബ്രവീത് ചതുർദശതി വർഷാണി ജടാചീരധരോക്യം ഫലമൂലശനോ വീര ഭവേയം രഘുനന്ദന തവാഗമനമാകാംക്ഷൻ വസൻ വൈ നഗരഭ്യതിഹി. ആ പാദുകത്തെ പ്രണമിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ രഘുനന്ദന, ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങയെ പോലെ ജഡാവൽക്കലധാരിയാകാൻ പോവുകയാണ് ഞാൻ. ഇനി ഞാൻ ഭക്ഷിക്കാൻ പോകുന്നത് രാജകൊട്ടാരത്തിലെ ആ മിഷ്ടാന്നമല്ല. ഫലമൂലാദികൾ ഭക്ഷിച്ചുകൊണ്ട് ജഡാധാരിയായിട്ട് വൽക്കലധാരിയായിട്ട് ഞാൻ അങ്ങയുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അയോധ്യയ്ക്ക് വെളിയിൽ ആ നന്ദി ഗ്രാമത്തിൽ അങ്ങയെ കാത്തുകൊണ്ട് ഞാൻ ഇരിക്കും എന്ന് പറയുന്ന സഹോദര സ്നേഹം ഈ കാലഘട്ടത്തിൽ എത്രയോ ജീവിത വ്യക്തിയാണ്. ആലോചിച്ച് നോക്കൂ, പിതാവിന്റെ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന് വേണ്ടി പോലും സഹോദരനെ കൊല്ലുന്ന, ആ സ്വത്തിന് വേണ്ടി കൊല്ലുന്ന ഈ കലിയുഗത്തിൽ നാം ഇത്തരത്തിലുള്ള നല്ല മരങ്ങളെ, നന്മ മരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരനാണ് വിഭീഷണൻ. രാക്ഷസ ജന്മമാണെങ്കിലും പരമസാത്വികനാണ് വിഭീഷണൻ. തന്റെ സഹോദരന് വരാൻ പറ്റിയിരിക്കുന്ന അധർമ്മത്തെ കുറിച്ച് വളരെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വിഭീഷണൻ. പറയുകയാണ്, നക്ഷമം. രാവണന്റെ അടുത്ത് ചെന്നിട്ട് ഉപദേശവുമായി ചെല്ലുകയാണ്. എങ്ങനെയെങ്കിലും തന്റെ സഹോദരൻ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. പറയാണ്, നക്ഷമം വീര്യവദാതേന ധർമാനുവർത്തിന വൈരം നിരർത്ഥകം കർത്തും ദീനരാമസ്യ മൈഥിലി. അല്ലയോ സഹോദര, നക്ഷമം ശരിയല്ല. വീര്യവദാ ധർമാനുവർത്തിന തേന, വീര്യവാനും ധർമ്മിഷ്ഠനുമായ ആ ശ്രീരാമചന്ദ്രനോടൊപ്പം യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. വൈരം നിരർത്ഥകം കർത്തും, വൈരത്തെ ഇല്ലാതെയാക്കുവാൻ ധീരതാമസ്യ മൈഥിലി, ആ മൈഥിലിയെ, മിഥിലാപുരിയിലെ രാജകുമാരിയെ, ജാനകിയെ, സീതയെ ഒന്ന് കൊടുത്തേക്കും. നമുക്ക് വേണ്ട, അധർമ്മമാണ്, അനീതിയാണ്, ചെയ്യരുത് പറയുകയാണ്. അത് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണത്തിൽ എങ്ങനെ പറയുന്നു? നന്നല്ല സജ്ജനത്തോടു വൈരം മൃത തന്നൊങ്കിതന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടും മത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. ഇഷ്ടം പറയുന്ന വെട്ടുക്കാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. അതായത് ആ തന്നൊങ്കിയെ കൊണ്ട് കൊടുത്തേക്കും. അതായത്
അതായത് യുദ്ധത്തിന് വേണ്ടി കൊപ്പ് കൂട്ടിക്കൊണ്ട് യുദ്ധത്തിലേക്ക് ഇറക്കുവാനായിട്ട് ധാരാളം ബുദ്ധി നഷ്ടപ്പെട്ട നഷ്ടമതികളായിരുന്ന അമാത്യന്മാരുണ്ടാകും. പക്ഷെ അവരാരും ആപത്തിൽ നിന്നോടൊപ്പം ഉണ്ടാകുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അസുര സൈന്യം, അതായത് കൊല്ലുവാൻ യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിഭീഷണന്റെ വാക്കുകൾ കേൾക്കുന്തോറും ആ രാക്ഷസ സൈന്യത്തിന്റെ നേരെ തൊഴുകയോടുകൂടി നിന്നുകൊണ്ട് തന്റെ സഹോദരനോട് വീണ്ടും പറയുന്നുണ്ട് വിഭീഷണൻ, പ്രാപ്തും ന ശക്യതേ തസ്യ വിക്രമകാലാസ്ഥാൻ ഉക്താനാഹുർമനീഷിണഃ. അല്ലയോ സഹോദര, 3 ഉപായങ്ങൾ, സാമധാന ഭേദം, ഈ 3 ഉപായങ്ങൾ ഫലിച്ചില്ലെങ്കിൽ മാത്രമേ 4ാമത്തെ ഉപായമായ ദണ്ഡത്തിലേക്ക്, യുദ്ധത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. യോ അർത്ഥഃ പ്രാപ്തും ന ശക്യതേ, അതായത് സ്വരുമ ഈ 3 ഉപായങ്ങളെ കൊണ്ടും വന്നു ചേർന്നില്ലെങ്കിൽ മാത്രം തസ്യ വിക്രമകാല, പരാക്രമത്തിന് കാലമായി എന്ന് ഉക്താനി പറയപ്പെട്ടിരിക്കുന്നു. മനീഷിനഃ, രാജ്യതന്ത്രജ്ഞരായ മഹാമനീഷികൾ, നയതന്ത്രജ്ഞരായ മഹാമനീഷികൾ പറഞ്ഞിരിക്കുന്നു 3 ഉപായങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന്. പക്ഷെ ഇവിടെ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് അടുത്തത് പറയാണ്, ഇനിയും അവിടെയും ഉണ്ട് പരിഗണന. അതായത് പറയാണ് പ്രമത്തേഷു അഭിയുക്തേഷു ദൈവേന നിഗതേഷു ച വിക്രമാ താദസിദ്ധ്യന്തി പരീക്ഷ്യ വിധിനാ കൃതാ. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ കലഹിക്കുമ്പോൾ ഭാരതത്തിന് അതിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. അത് രാമായണാദി ഇതിഹാസ ഗ്രന്ഥങ്ങൾ കൊടുക്കുന്ന പുണ്യമായ ഒരു സംസ്കാരം തന്നെയാണ്. പറയുകയാണ്, ഇത് രാമായണത്തിന്റെ നീതി പറയുകയാണ്. പ്രമത്തേഷു, അല്ലയോ ദാദാ, സഹോദര ശ്രദ്ധിക്കൂ, പ്രമത്തേഷു, ഇനി 3 ഉപായങ്ങൾ ഫലിച്ചില്ലെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങണമെന്ന് കരുതിക്കോളൂ. എങ്കിലും അവിടെയും നീ ഒന്ന് ശ്രദ്ധിക്കണം. പ്രമത്തേഷു, വീണ്ടും വിചാരമില്ലാതെ, ഒരു എന്താ പറയാ, മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ഒരു ചിന്താശക്തിയും ഇല്ലാതെ യുദ്ധത്തിന് ഇറങ്ങുന്നവരോട്, ചിന്താശക്തിയില്ലാതെ പ്രവർത്തിക്കുന്നവരോടും, അഭിയുക്തേഷു, വിരഹം അനുഭവിക്കുന്നവര്, ജീവിതത്തിൽ പ്രിയജനങ്ങളുടെ ആ വിയോഗം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരോട്, പിന്നെ പറയാണ് ദൈവേന നിഗതേഷു ച ഭാഗ്യഹീനര്. ഇവിടെ രാമനെ നോക്കുമ്പോൾ വിരഹ ദുഃഖം അനുഭവിക്കുന്നു, തന്റെ പത്നിയുടെ വിരഹവേദന അനുഭവിക്കുന്നു. അതിനുവേണ്ടിയാണ് പോലും യുദ്ധം. ഭാഗ്യം രാമനില്ല ഇപ്പോൾ. യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോയ ശ്രീരാമചന്ദ്രൻ നേരെ വനത്തിലേക്കാണ്. അപ്പോൾ ഈ രണ്ടും ഇവിടെ ചേർന്നില്ല. അതുകൊണ്ട് ശരിയല്ല യുദ്ധം. നീതി രാജശാസനം അനുസരിച്ച്, രാജ്യതന്ത്രം അനുസരിച്ച് ഉള്ള നിയമമാണ് ഇവിടെ വിഭീഷണം പറയുന്നത്, വെറുതെ പറയുന്നതല്ല. അത് പറയാണ് പ്രമത്തേഷു അഭിയുക്തേഷു ദൈവേന നിഗതേഷു ച വിക്രമാസ്താദസിദ്ധ്യന്തി പരീക്ഷ്യ വിധിനാ കൃത. നല്ലവണ്ണം നോക്കി കണ്ടുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫലം അനുഭവിക്കേണ്ടി വരും. ഇതാണ് രാമായണം. ഇതാണ് രാമായണത്തിൽ നാം ചേർത്ത് വെക്കേണ്ടത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അധികമായിട്ടില്ല, നമ്മൾ ഭീതി നമ്മളെ വിട്ടുപോയിട്ടില്ല. ജാതി നോക്കി, മതം നോക്കി മനുഷ്യന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോൾ ഭാരതത്തിന് അതിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. യുദ്ധത്തിലെ ഉത്തരകാണ്ഡനൊക്കെ എത്തുമ്പോൾ, യുദ്ധം കഴിയുമ്പോൾ രാവണൻ ശരിക്കും അധർമ്മത്തിനെതിരെയുള്ള ധർമ്മയുദ്ധമാണ് നടന്നത്. അന്യന്റെ ഭാര്യയെ സ്വായത്തമാക്കി വെക്കുന്നത് അധർമ്മം തന്നെയല്ലേ? അപ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്ത ശ്രീരാമചന്ദ്രൻ വിജയം കൈവരിക്കുന്നു. രാവണൻ യുദ്ധത്തിൽ വീരമൊക്കെ വരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും രാമന്റെ സംസ്കാരം, ഭാരതത്തിന്റെ സംസ്കാരം, അത് രാമൻ പറയുകയാണ് വിഭീഷണനോട്, നീ ഇവിടെ നിന്റെ സഹോദരൻ രാജോചിതമായി പൊരുതി മരിച്ചിരിക്കുന്നു. ആ രാവണനെ
ഒരു രാജാവിന് ചേരുന്ന അന്തിമ സംസ്കാര ക്രിയകൾ ചെയ്യണം എന്ന് പറയുകയും വിഭീഷണനോട് കൂടെ നിന്നുകൊണ്ട് തന്നെ രാവണന്റെ അന്തിമ സംസ്കാര ക്രിയകൾ ചെയ്യുകയും വിഭീഷണന് രാജ്യം അഭിഷേകം നടത്തുകയും ആ പട്ടാഭിഷേകം നടത്തുകയും ചെയ്യുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ. എന്നാലോചിച്ച് നോക്കൂ, അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതീയ രാജധർമ്മത്തിന്റെ ആ നീതിശാസ്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ലങ്കയിൽ ശ്രീരാമചന്ദ്രൻ നടത്തിയ വിഭീഷണ പട്ടാഭിഷേകം എന്നറിയുക. അവിടെ യുദ്ധം ഒരിക്കലും രാജ്യം കീഴടക്കാനായിരുന്നില്ല, ധർമ്മയുദ്ധമായിരുന്നു. ഒരു യുദ്ധം നടക്കുമ്പോൾ നിരപരാധികളും നിസ്സഹായരുമായ ജനങ്ങൾ ഒരിക്കലും മരിച്ചു വീഴാൻ പാടില്ല എന്നുള്ളത് ഭാരതത്തിന്റെ സംസ്കാരമായിരുന്നു. ഇപ്പോ രാമായണം പാരായണം ചെയ്യാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു കുന്ന് മൂല്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥത്തെ ആർക്കാണ് തടയാനാവുക? ആർക്കാണ് തടയാനാവുക? കാലം എത്ര കഴിഞ്ഞാലും ഈ ലോകത്ത് പർവ്വതങ്ങളും നദികളും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പുണ്യമായ കഥയും പ്രചരിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. കാരണം എല്ലാത്തിനും അപ്പുറമുള്ള ഒരു നിയാമക ശക്തിയാണ് ഈ ലോകത്തെ നയിക്കുന്നതെങ്കിൽ ഇതിവിടെ പ്രചരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന മൂല്യങ്ങൾ ഓരോന്നും നമ്മൾ എടുക്കേണ്ടത് തന്നെയാണ് ഇതിലൂടെ. അടുത്തത് വരുന്നത് വളരെ കുറച്ച് സമയമുള്ളൂ. നമ്മളുടെ കറണ്ട് പോയി കുറച്ച് സമയം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ചെറിയൊരു കഥാപാത്രത്തിനെ പരിചയപ്പെടുത്താനുണ്ട്. കാലനേമി കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വായിക്കുമ്പോ കാലനേമിയുടെ പുറപ്പാടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് അധ്യാത്മരാമായണ സന്ദർഭം വെച്ചുകൊണ്ട് കാലനേമി ഒന്ന് പറയാം. അതായത് യുദ്ധത്തില് ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രമേ രാവണപുത്രനായ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രമേറ്റിട്ട് ലക്ഷ്മണാദികള് ആ സൈന്യം അത് മൃതപ്രായരായിട്ട് മോഹാലസ്യപ്പെട്ട് വീഴുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അവരെ പുനരുജ്ജീവിപ്പിക്കണം, തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ദിവ്യ ഔഷധം തേടി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ജാമ്പവാൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ വീര്യവാനായ ആ ജാമ്പവാനാണ് ഈ ഔഷധം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ? ഋഷഭാദ്രിയിലെ ആ കൈലാസ ശൃംഗത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊടിമുടികൾക്കിടയിൽ കാണുന്ന ആ ഭദ്രമായ സ്ഥലത്തുണ്ട്. അവിടെ ഔഷധങ്ങൾ പറയാണ്. എന്താണ്? വിശല്യകരണി, സുവർണകരണി, പിന്നെ സന്താനകരണി, വ്രതസഞ്ജീവനി. അതായത് യുദ്ധത്തില് അമ്പ് വലിച്ചൂരാനുള്ള ഔഷധം, മുറിവുണക്കാനുള്ള ഔഷധം, ആ സ്വാഭാവികമായ സുവർണകരണി നിറം ലഭിക്കാനുള്ള ഔഷധം, മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഔഷധം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാമ്പവാൻ. അതിന് ജാമ്പവാന്റെ വീര്യം ഹനുമാനിലേക്ക് പകരുന്നുമുണ്ട്. പോകാൻ ഒരുങ്ങുന്ന ജാമ്പവാനെ, ആ ഹനുമാനെ തടയണം എന്നുള്ളതായിരുന്നു രാവണൻ കാലനേമിക്ക് കൊടുത്ത നിയോഗം. കാലനേമി ചെയ്യേണ്ടത് രാവണൻ ഹനുമാന്റെ മാർഗത്തിന് തടസ്സമുണ്ടാക്കുകയും കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ധർമ്മമാണ് കാലനേമി ചെയ്യേണ്ടത്. പക്ഷെ കാലനേമി ഉപദേശിക്കുന്നുണ്ട്, വിഭീഷണനേക്കാൾ നന്നായി ഉപദേശിക്കുന്നുണ്ട്. സമവേദജ്ഞ സർവജ്ഞ ലങ്കേശ സമമാമെന്നുടെ വാക്കുകൾ കേൾക്കണീ. അല്ലയോ സമവേദം അറിയുന്നവനെ, സർവ്വതും അറിയുന്നവനെ, സമം പോലെ ജ്ഞാനപ്രദമായ എന്റെ വാക്കുകൾ നീ കേൾക്കൂ. സീതയെ രാമന് കൊണ്ട് കൊടുത്തു നീ, സോദരനായി കൊണ്ട് രാജ്യവും നൽകുക. സീതയെ നീ കൊടുത്തേക്കും. എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. അതായത് എല്ലാവരും നഷ്ടപ്പെട്ടിട്ട്, സ്വന്തം ഭാര്യ സപത്നിമാരും സഹോദരങ്ങളും പിന്നെ ബന്ധുജനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ജാനകിയെ കൊണ്ട് നീ ഇവിടെ എന്ത് ആനന്ദം അനുഭവിക്കാൻ, എന്ത് സന്തോഷം അനുഭവിക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. അവിടെ കാലനേമി ഉപദേശം കൊടുക്കുന്തോറും രാവണൻ ആ ദുഷ്ടനായിക്കൊണ്ട് ആർക്കട്ടഹസിച്ചുകൊണ്ട് കാലനേമിയെ വധിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ കാലനേമി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രേഷ്ഠനായ ഹനുമാന്റെ കൈകളാൽ മരണം വരിച്ചാൽ തന്റെ ജീവിത ലക്ഷ്യമായ മോക്ഷം കിട്ടും. ഈ ദുഷ്ടന്റെ കൈകളാൽ മരിച്ചാൽ
ഇനി എന്റെ ജീവിതം നിരർത്ഥകമായി പോകുമെന്ന് കരുതിയിട്ട് ഏറ്റെടുത്ത കാര്യം അധർമ്മമാണെങ്കിലും അത് തന്നെ മരണത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിലും തന്നെ നിയുക്തമായ കർത്തവ്യമാണെന്ന് കരുതി അതോടൊപ്പം അത് തന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് കരുതി ആ കർമ്മം കാലനേമി ഏറ്റെടുക്കുന്നത്. അവിടെയും കാലനേമി യുദ്ധത്തിന്റെ നശ്വരതയെ കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ രാമായണം ജീവിതഗതിയാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അധ്യാത്മ രാമായണം ഒത്തിരി മനുഷ്യ മനസ്സുകളിൽ ജീവിത സത്യത്തിന്റെ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാലനേമി പറയുക, തന്റെ ഉപദേശം തുടരുകയാണ്. നമ്മുടെ ഈ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ നമ്മൾ ഈശ്വരനെ സമർപ്പിതമായി ജീവിക്കണം എന്ന് പറയുന്നു. നമ്മളിപ്പോ ദേവീ സന്നിധിയിൽ നമ്മൾ എത്തുമ്പോ നമ്മൾ ഓരോരോ ആവശ്യങ്ങൾ ദേവിയുടെ മുന്നിലേക്ക് വയ്ക്കും. ആ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി വരുന്നത്. അതല്ല ഭക്തി. ഭക്തി എന്നാൽ സമർപ്പണമാണ്. ഞാൻ ദൈവമേ നീ തന്നെയാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ നിന്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളിൽ എത്തുന്ന പുഷ്പമോ അല്ലെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചന്ദനത്തിരിയോ വഴിപാടുകളോ ഞാൻ തന്നെയാണ് ദേവി. ഇത് ഞാൻ തന്നെയാണ് അമ്മയ. അവിടുത്തെ ശക്തി കൊണ്ട് ഞാൻ നേടിയ ഈ ഭൗതിക സമ്പത്ത് ഞാൻ തന്നെയാണ്. എനിക്ക് എന്റെ അടുത്തൊക്കെ വെക്കാൻ പറ്റില്ലല്ലോ. ഇത് ഞാൻ തന്നെയാണെന്ന് കരുതിയാ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കേണ്ടത്. ഇതെടുത്തിട്ട് മറ്റൊരിടത്താണെന്നല്ല പറയട്ടെ. എല്ലാം അറിയുന്ന ദൈവത്തിന് നമുക്ക് എന്തൊക്കെയും വേണ്ടതെന്നറിയാം. അവിടെ പോയി നിന്നൊന്നും വിലപിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ഈശ്വരനറിയാം നമ്മുടെ ജീവിതം ഏതൊക്കെ വഴികളിലൂടെ കടന്നു പോകുമെന്ന്. മുൻപിൽ പോയി തൊഴുകയോടെ സമർപ്പണത്തോടുകൂടി നിന്നാൽ മാത്രം മതി. അപ്പോൾ കാലനേമി പറയാ, മായയെ അറിഞ്ഞ് ഈ ഭൗതിക ജീവിതത്തിന്റെ നശ്വരതയെ അറിഞ്ഞ് ഈ നമ്മുടെ ആത്മാവിനെ ഈ ജഡശരീരത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നല്ല വേദാന്ത തത്വം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കാലനേമി രാവണന്. നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ വഴിമറന്ന യാത്രക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നതും പറയേണ്ടി വരുന്നതും ഒക്കെ. സത്യം അറിയേണ്ടിടത്തിലൊന്നും സത്സംഗത്തിന്റെ ആവശ്യമേ ഇല്ല. ഒരു ഓർമ്മപ്പെടുത്തല. ഈ പ്രപഞ്ചത്തിലെ സകലതും ഏതിൽ നിന്നുണ്ടായി ഏതിൽ നിലനിന്ന് ഏതിലേക്ക് മറിയുന്നുവോ ആ ഈശ്വര സത്തയുടെ അധിഷ്ഠാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും പുലരുന്നത് എന്ന് നമുക്കറിയില്ല. ശരീരത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അഭയം, ജ്ഞാനം അഭയമാണ്, ഭയമില്ലായ്മയാണ്. അതിലേക്കാണ് ഓരോരുത്തരും സഞ്ചരിക്കേണ്ടത്. അപ്പോൾ വഴി മറന്നു പോയി നാം ആ വഴിയെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഗുരുക്കന്മാരുടെ രാമനൊരു ഗുരുവായിട്ട് വന്ന് നമ്മളോട് നേരായ മാർഗം പറഞ്ഞു തരികയാണ്. ഒരു സത്യം അറിയിക്കാൻ ഒരു ഗുരു നമുക്ക് വേണം കേട്ടോ. ഒരു ഗുരുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സത്യത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. ശങ്കര ഭഗവത്പാദയുടെ വിവേക ചൂടാമണിയൊക്കെ വളരെ ഭംഗിയായിട്ട് ആചാര്യസ്വാമികള് ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെ പറഞ്ഞിട്ട് ആ ശിഷ്യന് നിത്യാനിത്യ വിവേകം വരുന്നുണ്ട്. ഈ ശരീരം ജഡമാണെന്നും സത്യമായിട്ടുള്ളത് ആത്മാവാണെന്നും അറിഞ്ഞുകൊണ്ടിട്ട് ഒരു ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, സ്വാമി നമസ്തേ നദലോകബന്ധോ കാരുണ്യ സിന്ധോ പതിനം ഭവാപ്തോ. പെട്ടിരിക്കുക, നമ്മൾ പെട്ടിട്ടും അറിഞ്ഞിട്ടില്ല. ശരീരമാകുന്ന കൂട്ടിൽ പെട്ടിട്ടും അറിയാത്തവരെന്നോ. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന പോലെ ഒരു മീന് വലയിൽ കുടുങ്ങിയാൽ ആ വലയുമായി വലിച്ചു കൊണ്ടുപോയി ചേറിന്റെ ഇടയിൽ പൂട്ടിരുന്ന് അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആഹരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ താൻ വലയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് അറിയുന്നില്ല. അതുപോലെ നമ്മളും ദേഹമാകുന്ന കൂട്ടിൽ പെട്ടിട്ട് ഈ ശരീരത്ത് പോയാലൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. അടുത്ത കൂട് എന്നാ രക്ഷ, എന്നാണ് നമുക്ക് രക്ഷ? രക്ഷാമന്ത്രങ്ങളുടെ ഗുരുവിന്റെ അടുത്തുണ്ട്. ആ ഗുരു പറഞ്ഞു കൊടുക്കുക, പറയാം, സ്വാമി ആത്മീയ കടാക്ഷ ദൃഷ്ടി വേണം. കടാക്ഷം എന്റെ നേരെ ഒന്ന് വർഷിക്കൂ, ഞാനൊന്ന് രക്ഷപ്പെടട്ടെ, ഈ ജനന മരണം ചുഴിയിൽ നിന്നൊന്ന് രക്ഷപ്പെടട്ടെ എന്നൊരു ശിഷ്യ ചോദിക്കുമ്പോൾ ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയാ,
മാഭരിഷ്ട വിധ്വംസ്തവനാസ്ത്യപായ സംസാര സിന്ധോ തരണേത്യുപായ ഏനൈവ യാത യദയോസ്യ പാരഃ തേനൈവ മാർഗം തവ നിർദ്ദിശാമി. ഭയപ്പെടേണ്ട കുഞ്ഞെ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഭയപ്പെടേണ്ട കേട്ടോ. നിനക്ക് ഒരു ദുഃഖവും വരില്ല, നിനക്ക് അപജയം വരില്ല, നാശം വരില്ല. ഒരു ഗുരുവിനെ നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ, ഞാൻ അകപ്പെട്ടിരിക്കുന്നത് ജഡമായ ശരീരത്തിലാണെന്നും നശ്വരമായ ഈ പ്രപഞ്ചത്തിലാണെന്നും എന്ന് നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നു, അന്ന് നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു ഗുരു നമ്മുടെ മുന്നിലേക്ക് എത്തും. ശ്രീരാമചന്ദ്രനായിട്ടും ആചാര്യസ്വാമികളായിട്ടും ദേവിയായിട്ടും ഒക്കെ നമ്മൾ ഇങ്ങനെ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയാ എന്ത് വലിയ പറഞ്ഞു കൊടുക്കുന്നറിയോ? മുനിമാരും ഗുരുക്കന്മാരൊക്കെ സഞ്ചരിച്ച വഴിയുണ്ടല്ലോ, അവിടെ ദുഃഖമില്ല, ആനന്ദമുള്ളൂ. ആ വഴിയാണ് നിനക്ക് ഞാൻ ഉപദേശിക്കാൻ പോകുന്നത്. നമുക്ക് രാമന്റെ വഴി മതി, രാവണന്റെ വഴി നമുക്ക് വേണ്ട. അവസാനം ഭക്തിയെ കുറിച്ച് പറയുന്നത് കാലനേവി ആത്മരക്ഷയ്ക്ക് വേണ്ടി ഭക്തിയെ ഉപദേശിച്ചു കൊടുക്കുക. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട രാവണ. നിനക്ക് നിർഗുണ ഭക്തി, പരമാത്മ ഭജന ചെയ്യാൻ നിനക്ക് കഴിയില്ലെങ്കിൽ നീ ഒരു സഗുണമൂർത്തിയെ ആരാധന ചെയ്തുകൊണ്ടെങ്കിലും നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്. നമ്മൾ പറയണ രാമരാമ എന്ന് നിരന്തരം ജപിക്കുകയും രാമനാമങ്ങൾ കേൾക്കുകയും ചെയ്യുന്നവന് ഈ ലോകത്തെയും ജന്മാന്തരങ്ങളിലെയുമുള്ള ആ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടും. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കണീ എന്നാണ് അമ്മാവനായ കാലനേവി പറഞ്ഞു കൊടുത്തത്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കാലനേവി എന്നൊരു ദുഷ്ട കഥാപാത്രമാണല്ലേ. അപ്പോ നല്ല മാർഗമാണ് പറഞ്ഞു കൊടുത്തത്. ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഭക്തി മാർഗം. ഭക്തി എന്താന്ന് നമുക്ക് അറിയില്ല. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഓട്ടത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക. നമുക്ക് ഇവിടെ ദേവി ഉണ്ടെങ്കിലും പൈസ കൊണ്ട് സ്വതാനികരെ കൊടുത്താലേ ഒരു സംതൃപ്തിയുള്ളൂ, അല്ലെ? നമ്മൾ അധ്വാനിക്കുന്ന ആ സമ്പത്തിന്റെ ഒരംശം ദേവഗണമായിട്ട് കൊടുത്തേ പറ്റൂ. അത് കൊടുക്കുന്നത് അവരവർ ഏത് ദേശത്താണോ ജീവിക്കുന്നത് ആ ദേവസന്നിധിയിലാണ് അത് കൊടുക്കേണ്ടത്. ആ ധനം ആ ദേശത്തിന്റെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും കൂടി അത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഇപ്പൊ തൊഴിലോ, പക്ഷെ സമ്പത്ത് കൊടുക്കേണ്ടത് എവിടെയാ കൊടുക്കേണ്ടത് ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓടി നടക്കുന്നതിന്റെ സ്പീഡ് കുറയ്ക്കുക. എല്ലാത്തിനും ഇരിക്കുന്ന ചൈതന്യം ഒന്നാണെങ്കിൽ ഒന്നിനെ ഓർത്ത പോലെ ഓടി നടക്കണം. അതാണ് നമ്മളുടെ മനസ്സിന് സംതൃപ്തി എങ്കിൽ ഓടിക്കോളും. പക്ഷെ ഒരു അരമണിക്കൂറെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയം എടുത്തോളൂ. ഇനി വീട്ടമ്മമാരൊക്കെ ആവുമ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞ് ഉറങ്ങുന്ന സമയം എടുത്തോളൂ. അരമണിക്കൂർ ഏതെങ്കിലും ഒരു മന്ത്രം, അമ്മേ നാരായണോ, ദേവി നാരായണോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ, ഓം നമോ നാരായണ എന്നോ, ഓം നമ ശിവായ എന്നോ, നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ ഒരു മന്ത്രം ഒരു അരമണിക്കൂർ നമ്മൾ മറ്റെല്ലാം മറന്നുകൊണ്ട് അത് മാത്രമേ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ആത്മതേജസ് തെളിയും. ഞാൻ ഒരു മന്ത്രമുണ്ട്. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരീ. ഗുരുദേവൻ പഠിപ്പിച്ചതാണ്. അരുളുള്ളവനാണു ജീവി, കരുണയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് മന്ത്രം ഗുരു പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മന്ത്രത്തെ ഉപാസന ചെയ്തുകൊണ്ട് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മൾ ഏകാന്തമായി ഒരിടത്തിരിക്കുക. ഈ സന്ധ്യ സമയത്ത് എത്ര മനോഹരമാണ് ഈ ക്ഷേത്ര സന്നിധി. ഏകാന്തമായി വീട്ടുവിശേഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരിടത്ത് ഇരുന്നിട്ട് ഒരു മന്ത്രം മെയ് നാരായണ എന്ന് ചൊല്ലുമ്പോൾ ആ ശക്തി നമ്മളെ തന്നെ തെളിയിച്ചുകൊണ്ട് നമ്മുടെ ആത്മസ്വരൂപത്തിലെ മാലിന്യങ്ങള്, രാഗദ്വേഷങ്ങള്, കാമക്രോധങ്ങള് ഒക്കെ അകറ്റിയിട്ട് ആ ചൈതന്യത്തിന്റെ പ്രകാശം പത്ത് തെളിയുകയും നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്കൊക്കെ ഒരു നല്ല ഒരു ശമനം ഉണ്ടാകുക തന്നെ ചെയ്യും.
ഞാൻ സീതാദേവിയെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാം പുരുഷ കഥാപാത്രങ്ങളെ പറഞ്ഞത് അല്ലെ. രാമായണത്തിലെ ആ ഇവിടെ ദേവീ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ സീതാദേവിയെ എങ്ങനെ പറയാതെ പോവുക. ഇപ്പൊ ശ്രീരാമചന്ദ്രന്റെ ഭാര്യ സീതാദേവി, മയാസീത, ലക്ഷ്മി ദേവി, സാക്ഷാത് ദേവി അല്ലെ. ആ സീതാദേവി നമുക്ക് ഉപദേശിച്ചു തരുന്ന ജീവിത മൂല്യങ്ങളുണ്ട്. എന്താ പറയുന്നത്? പതിയെ തന്റെ ഭർത്താവിനെ, പതിയുടെ കാര്യം പ്രാണനേക്കാൾ പ്രിയം എന്ന വലിയൊരു തത്വം സീതാദേവി ഉപദേശിക്കുന്നുണ്ട്. വേണമെങ്കിൽ സീതാദേവിക്ക് രാമനോടൊപ്പം കാട്ടിലേക്ക് പോകാതിരിക്കാം. വസിഷ്ഠ മഹർഷി ഉപദേശിക്കുന്നുണ്ട്, ഇവിടെ രാമന് പകരം സിംഹാസനത്തിൽ സീത ഇരിക്കണം, 14 വർഷം ഭരിക്കണം. തിരിച്ചു വരുമ്പോൾ ശ്രീരാമചന്ദ്രന് രാജ്യം തിരിച്ചേൽപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചതേയില്ല. ഗുരുശ്രേഷ്ഠനാണ്, വസിഷ്ഠമുനിയാണ് പറയുന്നത്, പക്ഷെ ശ്രദ്ധിച്ചതേയില്ല. തന്റെ പ്രത്യേകപരായണയായിരിക്കുന്ന ആ സീത പറയുന്നുണ്ട്, പഞ്ചസ്ത്രീരത്നങ്ങളിൽ ഒന്നായ സീത പറയുന്നുണ്ട്, പതിയുടെ കാര്യം പ്രാണനേക്കാൾ പ്രിയതരം. ഭർത്താവിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടത് ഭാര്യ കൂടിയാണ്, ഭാര്യയുടെ കർത്തവ്യമാണ്, മറ്റാരുടെയും കർത്തവ്യമല്ല അത്. അതുകൊണ്ട് വനവാസത്തിന് ഞാനും പോകുന്നു. പറയാം, നപിതാ നാത്മജോ നാത്മ നമാതാ നസഖീജനഃ ഇഹ പ്രത്യചനാരിഹ പരിരേഗാവ്യതിസ്സദാ. സീത വാൽമീകി രാമായണത്തിൽ പറയാ, അതായത് ഒരു സ്ത്രീയുടെ ജീവിതത്തില് അവൾക്ക് ഗതിയായിരിക്കുന്നത് മക്കളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ സുഹൃത്ത് ജനങ്ങളോ ഒന്നുമല്ല. പതിരേഖ എന്ന് പറഞ്ഞ് ആ വനത്തിലേക്ക് ശ്രീരാമചന്ദ്രന്റെ ഒപ്പം ഇറങ്ങി രാമന്റെ കാര്യം മുള്ളുകൊള്ളുമെന്ന് കരുതിയിട്ട് മുമ്പേ നടന്നു. അത്രയും പരിശുദ്ധയായി തന്റെ ഭർത്താവിനെ തന്റെ പ്രാണനെ പോലെ കരുതിയ സീതാദേവി അവസാന സമയത്ത് ആ സീതാദേവിയെ, ഗർഭിണിയായിരിക്കുന്ന സീതാദേവിയെ വാൽമീകി ആശ്രമത്തിന്റെ അടുത്തേക്ക് വനത്തിലേക്ക് ഉപേക്ഷിക്കുന്ന സമയത്ത് പോലും സീത ഈ അഭിപ്രായം മാറ്റുന്നില്ല. പറയുന്നുണ്ട്, പതി ഒരു സ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം പതി തന്നെ ഗുരു, പതി തന്നെ ദൈവം, പതി തന്നെ ബന്ധു എന്ന് ആ സീത എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള സീതാദേവി പറയുന്നതാണ്, അതായത് ധർമ്മം അനുഷ്ഠിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് തന്റെ നാട്ടിലെ പ്രജകൾ ധർമ്മച്യുതി വന്ന് പോകും എന്നുള്ളത് കൊണ്ട് ആണ് ശ്രീരാമചന്ദ്രൻ സീതയെ ഉപേക്ഷിച്ചതെങ്കിൽ ആ ഭർത്താവിന്റെ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കേണ്ട, അത് നടത്താൻ സഹായിക്കേണ്ടത് ഭാര്യയുടെയും കൂടി കർത്തവ്യമാണ് എന്ന് കരുതുന്ന സീത വിചാരിക്കുന്നുണ്ട്, പൂർവ്വജന്മങ്ങളിൽ ഞാൻ ചെയ്ത ഏതോ കർമ്മത്തിന്റെ ഫലമായിരിക്കാം ഇത് എന്ന് കൂടി സീത പറഞ്ഞു വെക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. അങ്ങനെ സീതയെ വാൽമീകി ആശ്രമത്തിന്റെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് കടന്നു പോകാൻ ഒരുങ്ങുമ്പോൾ, ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ആ കടന്നു പോകാൻ ഒരുങ്ങുമ്പോൾ സീത പറയുന്നുണ്ട് ലക്ഷ്മണനോട്, ഋതുകാലം തെറ്റിയ എന്റെ മുഖം കണ്ടുകൊണ്ട് നീ പൊയ്ക്കൊള്ളൂ ലക്ഷ്മണ. ഋതുകാലം തെറ്റിയ ഗർഭിണിയായിരിക്കുന്ന എന്റെ മുഖം കണ്ടുകൊണ്ട് പൊയ്ക്കോളൂ. കരങ്ങിയ കണ്ണുകളുമായിട്ട് ഹൃദയം തകരുന്ന വേദനയോടുകൂടി ജ്യേഷ്ഠത്തിയെ നമസ്കരിച്ചിട്ട്, ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് ഭൂമിയിൽ വീണ് നമസ്കരിച്ചിട്ട് കലങ്ങിയ കണ്ണുകളോടുകൂടി കണ്ണീരണിഞ്ഞുകൊണ്ട് ലക്ഷ്മണകുമാരൻ സൗമിത്രി പറയുന്നത്, ശോഭനെ, ഞാൻ എങ്ങനെയാണ് അവിടുത്തെ മുഖത്തേക്ക് നോക്കുക? ഞാൻ ഇന്നുവരെ എന്റെ ജ്യേഷ്ഠത്തിയുടെ മുഖമോ രൂപമോ കണ്ടിട്ടില്ല. പാദം ഞാൻ കണ്ടിട്ടുണ്ട്. പാദകം ജാനാമി നിത്യം പാദോപസേവന. ആ പാദത്തെ എന്നും നമസ്കരിക്കുമ്പോൾ ആ പാദങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ രൂപം ഞാൻ കണ്ടിട്ടില്ല. ആ രൂപത്തെ നോക്കിക്കൊണ്ട് ആ രാമനില്ലാത്ത, ജ്യേഷ്ഠനില്ലാത്ത ഈ വനത്തിൽ ഞാൻ എങ്ങനെയാണ് അവിടുത്തെ മുഖത്ത് നോക്കിക്കൊണ്ട് അവിടത്തേക്ക് ആശ്വാസവാക്കുകൾ ചൊരിയുക എന്ന് സീതാദേവി ചോദിക്കുന്നുണ്ട്. ഓർക്കണം, കർമ്മഫലം, പ്രാരബ്ധ കർമ്മം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. മാരീചൻ സ്വർണമാനായി വന്ന സമയത്ത് ഈ ലക്ഷ്മണകുമാരന്റെ മേൽ സീതാദേവി നീചവചനങ്ങൾ ചൊരിയുന്നുണ്ടല്ലേ? അത്
നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും എന്തുകൊണ്ടാണ് സീതാദേവി അങ്ങനെ പറഞ്ഞത് നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം പ്രാരബ്ധങ്ങൾ ദൈവസങ്കല്പങ്ങൾക്കാണെങ്കിൽ പോലും വന്നു വിടുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. വളരെ നീചമായ വാക്കുകളിലൂടെ എന്നെ സ്വന്തമാക്കാനാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ചെവിയിൽ ഈയ മുറുക്കി ഒഴിക്കുന്ന വേദനയോടെ ആ ജ്യേഷ്ഠത്തി കൂടി എന്നോടൊപ്പം വരൂ, ജ്യേഷ്ഠനെ അന്വേഷിക്കാൻ എന്ന് പറയാൻ പോലും മനസ്സ് വരാതെ അനുവദിക്കാതെ തന്റെ ജ്യേഷ്ഠൻ ഒന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണമായ അറിവുണ്ടായിട്ട് പോലും ജ്യേഷ്ഠത്തിയുടെ വാക്കുകൾ കേട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ട് പോയപ്പോൾ സീതയുടെ ആഭരണങ്ങൾ രാമന്റെ കയ്യിൽ കിട്ടുമ്പോൾ കരഞ്ഞുകൊണ്ട് രാമൻ ചോദിക്കുന്നുണ്ട്, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ ആണോ ലക്ഷ്മണ? ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ ആണോ? കങ്കണങ്ങളും മാലയൊക്കെ ചോദിക്കുന്നുണ്ട്. അറിയില്ല ജ്യേഷ്ഠ, എനിക്കറിയില്ല. അപ്പോഴാണ് പാദസരം എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതെന്റെ ജ്യേഷ്ഠത്തിയുടേതാണ് എന്ന് ഞാൻ പാദ നമസ്കാരം ചെയ്യുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ രാമായണത്തിലെ ഈ ഭാഗം ഒത്തിരി വിമർശനങ്ങൾക്കിരയായിട്ടും ഒത്തിരി കവികള് ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, സീതയെ എന്തിനാണ് തികച്ചും ആ ഒരു ജീവിതത്തിൽ ദുർബലമായിരുന്ന സമയത്ത് എന്തിനാണ് രാമൻ ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചു പോകാത്തവരാരും ഇല്ല. പക്ഷെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ആശ്രമത്തിലാണ്. ആശ്രമസന്നിഭമായ ആ ഒരു അന്തരീക്ഷത്തിൽ ആ ശിശുക്കൾ ആ ദൈവനാമങ്ങൾ കേട്ട് ചൈതന്യത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വളരാനും സാധിക്കുമെന്നുള്ള ഒരു തത്വം കൂടി അവിടെയുണ്ട്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ കാളിദാസ വചനം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാളിദാസ മഹാകവി 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. തന്റെ രഘുവംശം എന്ന സർവോത്തരമായ ഒരു കാവ്യം രചിച്ചിട്ടുണ്ട് കാളിദാസൻ. കാളിദാസൻ പറയുന്നുണ്ട്, ലക്ഷ്മണൻ സീതയെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഒരിക്കലും വാൽമീകി രാമായണത്തിലോ അധ്യാത്മ രാമായണത്തിലോ സീത പരത്ത വാക്കുകളിൽ സംസാരിക്കുന്നില്ല കേട്ടോ. ഇവിടെ കാളിദാസൻ സീതയെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. സീത ലക്ഷ്മണനോട് പറയുന്നുണ്ട്, അല്ലയോ ലക്ഷ്മണകുമാര, ഒരു കാര്യം നീ പോയി നിന്റെ ജ്യേഷ്ഠനോട് പറയണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞെന്ന് തന്നെ നീ പറയൂ. അതായത് എന്താ പറയാ, അഗ്നിയിൽ ഞാൻ പരിശുദ്ധയാണെന്ന് സ്വയം തെളിയിച്ചിട്ടും ലോകാപവാദം ഭയന്ന് എന്നെ ഉപേക്ഷിച്ചത് അങ്ങ് വിശുദ്ധമായ സൂര്യവംശത്തിന് ചേർന്നതാണോ എന്ന് നീ കുലത്തിൽ ചേർന്നവർക്ക് ചേർന്ന പണിയാണോ ഇതെന്ന് നീ പോയി നിന്റെ ജ്യേഷ്ഠനോട് ചോദിക്കുക എന്ന് വാൽമീകി മഹർഷി പഠിപ്പിക്കുന്നു. അതുപോലെ കവിതയിൽ ഒരാളായ കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയെ പറയുന്നുണ്ട്. ആശാൻ എന്റെ സീത സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, നെടുനാൾ വിഭിന്നത്തിൽ വാഴുവാനിടയായി ഞങ്ങൾ ഒന്നിച്ചതെന്റെ കുറ്റമോ? പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? കുറച്ചു നാൾ കഴിയേണ്ടി വന്നു. അത് എന്റെ കുറ്റം കൊണ്ടല്ല, രാമന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനൊരിക്കലും രാവണനെ കാമിച്ചിട്ടില്ല. രാവണൻ ആ പടുരാക്ഷസ ചക്രവർത്തി എന്റെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ, ഞാൻ ചെയ്ത തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതായാലും രാമായണത്തിൽ പെറുക്കിയെടുക്കാൻ ഒത്തിരി മൂല്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ട് അത് തെളിയിച്ച് നല്ല പാഠങ്ങൾ, നന്മ ഫലങ്ങൾ വളർത്തിയെടുക്കണം. രാമന്റെ അയനമായ രാമായണം ഇനിയുള്ള ദിവസങ്ങളിൽ രാമനിലേക്കുള്ള അയനമാക്കി മാറ്റിക്കൊണ്ട് ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുവാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ, ദേവീ സന്നിധിയിൽ, ശ്രീരാമപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുവോം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണ
पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः।